തിരിച്ചു വന്നിരിക്കുകയാണെന്ന് പ്രേക്ഷകർ ഒരേ സ്വരത്തിൽ പറയുന്ന സമയമാണിത്. സിനിമകൾ തുടർച്ചയായി ഹിറ്റുകൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും വലിയ സന്തോഷം കേരളത്തിൽ മാത്രമല്ല അന്യ സംസ്ഥാനങ്ങളിലും വിദേശത്തും ഈ ചിത്രങ്ങളൊക്കെ വലിയ ഹിറ്റാകുന്നു എന്നതാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നാം കണ്ടുകൊണ്ടിരുന്നത് അന്യഭാഷാ ചിത്രങ്ങൾ കേരളത്തിലെത്തി വമ്പൻ ഹിറ്റടിച്ച് മികച്ച കളക്ഷൻ വരുന്നതാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി മലയാള ചിത്രങ്ങൾ ഇപ്പോൾ ചരിത്രം തീർക്കുകയാണ്. അതിൽ ഒന്നാം സ്ഥാനത്തുള്ളത് പ്രേമലു എന്ന ചിത്രമാണ്. നസ്ലിനും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തിയ ചിത്രം ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ പോലും വമ്പൻ ഹിറ്റായിരിക്കുകയാണ്. 70 കോടിയിലധികം ചിത്രം ആഗോളതലത്തിൽ നേടിക്കഴിഞ്ഞു. സൈലന്റായി എത്തി സർപ്രൈസ് ഹിറ്റടിച്ച ചിത്രത്തിന് ആന്ധ്രയിലും ആരാധകരേറെയാണ്. മാത്രമല്ല പ്രേമലുവിന്റെ തെലുങ്ക് പതിപ്പ് ഉടൻ തന്നെ റിലീസ് ചെയ്യാനും പോവുകയാണ്. തെലുങ്കിലെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടതും ഇപ്പോൾ വൈറലായിട്ടുണ്ട്. ബാഹുബലി സ്റ്റൈലിലുള്ള പ്രേമലുവിന്റെ തെലുങ്ക് വെർഷൻ പോസ്റ്റർ പ്രേക്ഷകരിൽ ഏറെ കൗതുകവും ജനിപ്പിച്ചു കഴിഞ്ഞു. ബാഹുബലിയും ദേവസേനയും ചേർന്ന് 3 അമ്പുകൾ വീതം കുലയ്ക്കുന്ന ഐക്കോണിക് ചിത്രത്തിന്റെ കാരിക്കേച്ചറാണ് നസ്ലിന്റെയും മമിതയുടെയും മുഖം ചേർത്ത് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. ചിത്രം മാർച്ച് 8-നാണ് തെലുങ്കിൽ റിലീസാവാൻ പോകുന്നത്. അതേസമയം പ്രേമലു കേരളത്തിൽ കയറി കൊളുത്തിയതുപോലെ തെലങ്കാനയിലും കസറുമെന്ന് തന്നെ പ്രേക്ഷകരും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്. രാജമൗലിയുടെ മകൻ SS കാർത്തികേയനാണ് പ്രേമലു തെലുങ്കിലേക്ക് എത്തിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. മറ്റൊന്ന് മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രമാണ്. കേരളത്തിലേതുപോലെ തന്നെ തമിഴ്നാട്ടിലും ചിത്രം തരംഗമായി മാറിയിരിക്കുകയാണ്. അതിന്റെ പ്രധാന കാരണം കമൽഹാസനുള്ള ട്രിബ്യൂട്ട് തന്നെയാണ്. കമൽഹാസന്റെ ഗുണ എന്ന ക്ലാസിക് മൂവിയിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പല സീനുകളും മഞ്ഞുമൽ ബോയ്സിലുണ്ട്. ഇറങ്ങിയ കാലത്ത് ഹിറ്റടിച്ചില്ലെങ്കിലും പിന്നീട് പ്രേക്ഷകർ ഏറ്റെടുത്ത ഗുണ ഇന്ന് തമിഴ് പ്രേക്ഷകരുടെ ക്ലാസിക് സിനിമകളിലൊന്നാണ്. അതിലെ ഗാനവും വളരെയധികം ശ്രദ്ധ നേടിയിട്ടുണ്ട്. കൺമണി അൻപോട് കാതലൻ എന്ന് തുടങ്ങുന്ന ഗാനം ഇന്നും ഒരുപാട് പേരുടെ പ്ലേലിസ്റ്റിലെ ഫേവറേറ്റ് ഗാനമാണ്. അതൊന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്നതായിരുന്നു മഞ്ഞുമൽ ബോയ്സ് മൂവി. ഒപ്പം ഗുണയിലെ പ്രണയത്തെക്കുറിച്ചുള്ള സങ്കല്പവും ഒക്കെ പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുള്ള ഒന്നാണ്. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് കൊടൈക്കനാലിലെ ഗുണ കേവിൽ അകപ്പെടുന്ന യുവാവിന്റെ കഥ മഞ്ഞുമൽ ബോയ്സ് സ്ക്രീനിലെത്തിച്ചത്. കമൽഹാസൻ റെഫറൻസുകൾ കൂടി ഉള്ളതുകൊണ്ട് ചിത്രം തമിഴ്നാട്ടിലും ആരാധകർ വളരെ പെട്ടെന്ന് തന്നെ ഏറ്റെടുത്തു. മറ്റൊന്ന് മമ്മൂട്ടിയുടെ ഭ്രമയുഗം തന്നെയാണ്. പാൻ ഇന്ത്യൻ തലത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് ഈ ചിത്രം. ബോളിവുഡിൽ നിന്നുള്ള നിരവധി സംവിധായകരാണ് ഈ ചിത്രത്തെയും മമ്മൂട്ടിയെയും മറ്റ് കഥാപാത്രങ്ങളെയും ഒക്കെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുള്ളത്. മാത്രമല്ല ആദ്യ ദിവസം മലയാളത്തിൽ മാത്രം പുറത്തിറക്കിയ ചിത്രത്തിന്റെ അന്യഭാഷാ പതിപ്പുകൾ വേണമെന്ന് മറ്റ് സംസ്ഥാനങ്ങളിലെ സിനിമാ പ്രേമികൾ ആവശ്യപ്പെടുകയും ചെയ്തു. ഇതോടെ തെലുങ്കിലേക്കും തമിഴിലേക്കും ഹിന്ദിയിലേക്കും ഒക്കെയുള്ള ചിത്രത്തിന്റെ ഡബ് ചെയ്ത വേർഷനുകളും റിലീസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആകമൊത്തത്തിൽ മലയാള സിനിമകൾ വിവിധ ഭാഷകളിൽ തരംഗം തീർത്തുകൊണ്ടിരിക്കുന്ന ഒരു സുവർണ കാലഘട്ടമാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അടുത്ത മാസങ്ങളിൽ വരാനിരിക്കുന്ന മൂവി റിലീസുകളെ കുറിച്ചും ഇതേ തരത്തിലുള്ള പ്രതീക്ഷകൾ തന്നെ പ്രേക്ഷകർക്കുണ്ട്. ആടുജീവിതം അടക്കമുള്ള സിനിമകളാണ് ഇനി എത്താനിരിക്കുന്നത്. കോവിഡ് കാലത്ത് സിനിമ ഇനി ഉണ്ടാകില്ല എന്ന സംശയത്തെ തുടർന്ന് പല താരങ്ങളും ബുദ്ധിമുട്ടി ഏറ്റെടുത്ത സിനിമകളുടെ നിര കഴിഞ്ഞ വർഷത്തോടെ അവസാനിച്ചുവെന്നും ഇനി മുതൽ കൂടുതൽ മൂല്യമുള്ള സിനിമകൾ തന്നെ മലയാളത്തിൽ കാണാൻ സാധിക്കുമെന്നും ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്നാണ് സിനിമാ പ്രേമികളും പ്രതീക്ഷിക്കുന്നത്.